എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള വന്ദനം. കർത്താവിൻ്റെ വചനത്തിൽ അന്വേഷിച്ച് നോക്കുവിൻ എന്ന് ബൈബിൾ പറയുന്നു. എല്ലാം അന്വേഷിച്ച് നോക്കണം. ഓരോ അധ്യായത്തിലും എൻ്റെ സൗഖ്യം എവിടെയാണ്, എൻ്റെ വീടിൻ്റെ ഉയർച്ച എവിടെയാണ്, ഇങ്ങനെ അന്വേഷിക്കണം. 1. 2, ദൈവത്തെ അന്വേഷിക്കണം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് അന്വേഷിച്ച് അടിവരയിടണം. അന്വേഷിച്ച് വായിക്കണം. വെറുതെ ബൈബിൾ വായിക്കരുത്, അന്വേഷിച്ച് വായിക്കണം. യെശയ്യാവ് 34:16 പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിക്കുവിൻ. വെറുതെ വായിച്ചു വിടുന്ന ഒരു പുസ്തകമല്ല, അന്വേഷണം. എൻ്റെ ദൈവത്തെ ഞാൻ അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കണം. മാത്രമല്ല വചനത്തിലൂടെ നമ്മെയും അന്വേഷിക്കണം. നമ്മൾ ആരാണ്, ഞാൻ ക്രിസ്തുവിൽ ആരാണെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. കണ്ടെത്തണം, ഭക്ഷിക്കണം. വചനം നമുക്ക് ഭക്ഷണമാണ്. അതിൻ്റെ അർത്ഥം ഇന്നലെ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അതുകൊണ്ട് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണ് എന്നാരെങ്കിലും പറയാറുണ്ടോ? വചനം അപ്പമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. അപ്പം അപ്പം കൊണ്ട് ജീവിക്കുന്നത് പോലെ തന്നെ വചനം കൊണ്ട് ദിവസവും നമ്മൾ എന്ത് ചെയ്യണം? ജീവിക്കണം. എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം തുടർമാനമായിട്ട് വായിക്കണം. ചില ഭാഗങ്ങൾ പല ആവർത്തി വായിക്കണം. എൻ്റെ പാസ്റ്റർ M.A. വർഗീസ്, അദ്ദേഹം വേദപുസ്തകം തുടർമാനമായിട്ട് വായിക്കും. അതുകൂടാതെ ഒരു ഭാഗം ദൈവം ഇടപെട്ടാൽ ആ ഭാഗം ഒരു പുസ്തകമായിട്ട് അദ്ദേഹം 100-150 പ്രാവശ്യമൊക്കെ വായിക്കുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കേരളക്കരയെ, മലയാളക്കരയെ ഇളക്കിമറിച്ച പ്രസംഗങ്ങൾ M.A. വർഗീസ് പാസ്റ്ററിൻ്റേതായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഞാൻ പാസ്റ്ററോട് ചോദിച്ചത്, പാസ്റ്റർ എങ്ങനെയാണ് പാസ്റ്റർ ഇങ്ങനെ ദൈവവചനം പ്രസംഗിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ഞാൻ ചെയ്യുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ദൈവം എന്നോട് ഇടപെട്ടാൽ ഞാനൊരു 100-150 പ്രാവശ്യം ഇരുന്നാണ് ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കും. ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തോട് ബന്ധപ്പെട്ട എല്ലാം ഞാൻ പഠിക്കും. അങ്ങനെ അതിൽ തന്നെ അങ്ങോട്ട് ഇരിക്കും. പിന്നെ എഴുന്നേക്കുന്ന ഒരു കഴുകനെ പോലെയാണ്. അസാധാരണമായി ആ കാലഘട്ടത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ഏലിയാവ് വന്നു, ഒരു ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വരവാ. പാസ്റ്റർ ഒരു പ്രസംഗം വർഷത്തിൽ ഒരിക്കൽ, എല്ലാ വർഷവും ഒരു പ്രസംഗം, പ്രധാന പ്രസംഗമായിട്ട് പാസ്റ്ററിന് ദൈവം കൊടുക്കും. അത് ഒരു വർഷമൊക്കെ പ്രസംഗിക്കും. അത് എത്ര കേട്ടാലും ആവർത്തന വിരസത വരില്ല. അപ്പുറത്തെ സ്റ്റേജിൽ കേട്ടത് നമ്മൾ ഇപ്പുറത്തെ സ്റ്റേജിൽ കേട്ടാൽ വേറെയായിരിക്കും. ഒരേ കടൽ ഇത്രയും വർഷം കണ്ടിട്ട് നമുക്ക് മടുക്കുന്നില്ലല്ലോ. ഒരേ ആകാശം എത്ര വർഷമായി കാണുന്നു, നമ്മൾ മടുക്കുന്നില്ലല്ലോ. ഇതാണ് ദൈവവചനം. ഇതാര് പറഞ്ഞാലും എത്ര പറഞ്ഞാലും ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് നമുക്ക് മടുക്കില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇത് കാണാൻ മനസ്സ് വെക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് കൊണ്ടല്ല, ഇത് ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത നിത്യവചനമായതുകൊണ്ടാണ്. ആവർത്തന വിരസത ദൈവവചനത്തിന് ഇല്ല. ഈ സത്യം നമ്മൾ അറിയണം. ഈ വചനങ്ങൾ നമ്മോടുള്ള ആലോചന, വെളിപ്പാട്, സൗഖ്യം, സമാധാനം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഇങ്ങനെ ഈ അർത്ഥത്തിൽ ഇതിനെ കണ്ട് ഈ വചനത്തിൽ ബലപ്പെടാം. നമുക്ക് ചേർന്ന് യേശുവിനെ ആരാധിക്കാം. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ, ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പ അങ്ങേ പിരിയില്ല എന്നേശു
ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലയേ. ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ, മറ്റാരെക്കാളും വിശ്വസ്തനായോനെ. ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാ, അങ്ങേ പോലെ വേറാരുമില്ലയേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പോൾ അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പോൾ അങ്ങേ പിരിയില്ല എന്നേശുവേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിന്ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയെ, കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. കഴിവല്ല നിൻ കൃപ മാത്രമേ, ഈ പേരും ഉയർച്ചയും നിന്ദാനമേ. എന്നെ നിർത്തിയ നിൻ കരുണയെ, കൃപമേൽ കൃപയാൽ എന്നെ നിറയ്ക്കണേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പോൾ അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പോൾ അങ്ങേ പിരിയില്ല എന്നേശുവേ. പ്രാണൻ പോളം ജീവൻ തന്നോനെ, ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ. ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പോൾ അങ്ങേ പിരിയില്ല എന്നേശുവേ. അങ്ങനെ നമ്മൾ യെശയ്യാ പ്രവചനം 53 ആ ഒടുവിലത്തെ ഭാഗങ്ങളിലേക്ക് വരികയാണ്. കുറേ ആഴ്ചകളിൽ നമ്മൾ ഇത് തന്നെ ചിന്തിച്ചല്ലേ, എത്ര ആഴമാണ് ദൈവത്തിൻ്റെ വചനം. അതൊരു കടൽ പോലെയാണ്. എത്ര കോരിയാലും ഈ കടൽ ആർക്കും കോരിപ്പറ്റിക്കാൻ കഴിയില്ല. എത്ര സമ്പന്നനും കടൽ കോരിപ്പറ്റിക്കാൻ കഴിയില്ല. അതുപോലെ കിടക്കുകയാണ് അനന്തസാഗരം. ഇതാണ് 66 പുസ്തകങ്ങളിലെ ഓരോ വാക്കുകളും. എത്ര ധ്യാനിച്ചാലും അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും
വെള്ളം ചാടി പുറപ്പെടും, ഉറവകൾ പൊട്ടി പുറപ്പെടും. ഓരോ ഉറവകളും വറ്റാത്ത ഉറവകളാണ്. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകും. നദികൾക്ക് അവസാനമില്ല. നദികൾക്കൊരു തുടക്കമുണ്ട്, എന്നാൽ അവസാനമില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തുടങ്ങിയാൽ പിന്നെ അവസാനിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് ഒരു തുടക്കമുണ്ട്, എന്നാൽ അതിന് അവസാനമില്ല. നിങ്ങളൊരു കൃപ പ്രാപിച്ചാൽ അത് അവസാനം വരെയും ദൈവം നിലനിർത്തും. നിങ്ങളിൽ ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തീർക്കും. ദൈവം എനിക്ക് ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ഒരു കൃപ തന്നിട്ടുണ്ട്. അത് തുടങ്ങിയിട്ട് ഇന്ന് വരെയും എനിക്ക് നിർത്തേണ്ടി വന്നിട്ടില്ല. ഇതൊരു ജീവജല നദിയാണ്. ഇത് കേൾക്കുന്നവർക്ക് വിടുതലും, കേൾക്കുന്നവർക്ക് ആശ്വാസവും, സന്തോഷവും, ചിരിയും, സമാധാനവും, സൗഖ്യവും, രക്ഷയും, വീണ്ടെടുപ്പുമാണ്. ഈ വചനത്തെ നമുക്ക് ആശ്രയിക്കാം. യെശയ്യാവ് 53:9 വാക്യത്തിൽ, അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചന ഒന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവൻ സാഹസമൊന്നും ചെയ്തില്ല. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ കൊണ്ട് കുറേ സാഹസം ചെയ്യിക്കാനായിട്ട് പിശാച് നോക്കി. യേശു 40 ദിവസം ഉപവസിച്ച് വരുന്ന വഴിക്ക് കുറേയൊക്കെ പിശാച് നോക്കി, ഈ കല്ലപ്പമായി തീരുക. ഇല്ല, യേശു അത് ചെയ്തില്ല. അടുത്തത് ഒരു പള്ളിയുടെ മുകളിലോട്ട് കൊണ്ടുപോയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ പറഞ്ഞു. ദൈവം നിന്നെ കൈകളിൽ കാക്കുമെന്ന് എഴുതിയിട്ടില്ലേ? അപ്പോൾ ഒരു സാഹസികത കാണിക്കാൻ വേണ്ടിയാണ്. യേശു തനിക്ക് വേണ്ടി ഒരത്ഭുതവും ചെയ്തില്ല. തനിക്ക് വിശന്നപ്പോൾ താൻ ഒരത്ഭുതവും ചെയ്തില്ല. അത്തിയുടെ അടുക്കൽ ചെന്നു, അതിൽ ഫലമില്ലാതെ കണ്ടപ്പോൾ ഇനി ഒരു നാൾ നിന്നിൽ ഫലം ഉണ്ടാകാതെ പോകട്ടെ. എന്നാൽ യേശുവിന് അവിടെ പറയാറുന്നില്ലേ, ഈ അത്തിയിൽ ഇപ്പോൾ പുതിയ അത്തി ഉണ്ടായി പഴങ്ങൾ ഉണ്ടാകട്ടെ, ഉണ്ടായി വരുമായിരുന്നല്ലോ. യേശുവിന് വേണ്ടി യേശു ഒരത്ഭുതം ചെയ്തില്ല. പകരം ശിഷ്യന്മാരെ പണിതെടുക്കാനാണ് യേശു അത്ഭുതം ചെയ്തത്. അതായത് ഇനി ഒരു നാൾ നിന്നിൽ ഒരു ഫലവും ഉണ്ടാകാതെ പോകട്ടെ. ഉടനെ അത് വേരോടെ ഉണങ്ങിപ്പോയി. അപ്പോൾ പത്രോസ്, കർത്താവേ, ഇത് വേരോടെ ഉണങ്ങിപ്പോയി. മറ്റൊരു പുസ്തകത്തിൽ പറയുന്നു, പിറ്റേനാൾ ആ വഴി പോയപ്പോൾ അത് വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടപ്പോൾ പത്രോസൊക്കെ അത്ഭുതപ്പെട്ടു. കർത്താവേ, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയി. നേരെ തിരിച്ചു ചെയ്താൽ മതിയായിരുന്നു. ഇന്നു മുതൽ ഇതിൽ ഫലമുണ്ടാകട്ടെ. ഇല്ല, യേശു അവിടെ പഠിപ്പിക്കുകയാണ്. ഫലം കായ്ക്കാൻ തിരഞ്ഞെടുത്തതിന് ഫലം സമയത്ത് കായ്ച്ചില്ലെങ്കിൽ ഇനി ഒരു നാളും ഉണ്ടാകാതെ പോകട്ടെ. അത് ശാപമാണ്. തക്ക കാലത്ത് ഫലം കായ്ക്കാത്തത് ശാപമാണ്. പിന്നെ അത് കായ്ച്ചത് കൊണ്ട് കാര്യമില്ല, സമയത്ത് കായ്ക്കണം. ഇത് കേൾക്കുന്ന പലരും അറിയണം, സമയത്ത് ഫലം കായ്ക്കണം. നീ സമയത്തിന് പ്രാർത്ഥിക്കണം. ഈ കാലത്തിനാണ് നീ രാജ്യസ്ഥാനത്ത് വന്നിരിക്കുന്നത്. എസ്തേറെ, നീ ഫലം കായ്ക്കണം, അല്ലെങ്കിൽ നിന്റെ കുടുംബം നശിച്ചു പോകും. യേശു അവിടെ അത്ഭുതം ചെയ്യുന്നത് എവിടെയാ? ശിഷ്യന്മാരെ പഠിപ്പിക്കാനാണ്. യേശുവിൻ്റെ വിശപ്പ് മാറ്റാൻ ഒരു അത്ഭുതം അവിടെ ചെയ്തില്ല. അത് എനിക്ക് അതിശയമായിട്ട് തോന്നി. യേശുവിന് വേണമെങ്കിൽ ഈ അത്തിയിൽ നിറയെ മുന്തിരിങ്ങ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകത്തില്ലേ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. എന്നാൽ യേശു അവിടെ തനിക്കായിട്ടൊരു അത്ഭുതവും ചെയ്യുന്നില്ല. തനിക്ക് ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് പറക്കാമായിരുന്നു. കടലിൻ്റെ മീതെ നടന്നവനാണോ ആകാശത്തുകൂടി നടക്കാൻ ബുദ്ധിമുട്ട്? കടലിൻ്റെ മീതെ നടന്നെങ്കിൽ ആകാശത്തുകൂടി നടക്കാം. പിശാച് പറയാണ്, നീ പള്ളിയുടെ മുകളിൽ നിന്ന് താഴോട്ട് ചാടുക. കർത്താവ് പറയട, താഴോട്ടല്ല, ഞാൻ ഈ പള്ളിയുടെ മുകളിൽ നിന്ന് മുകളിലോട്ട് ചാടാൻ പോയി, മുകളിലോട്ട് പറക്കാൻ പോവുകയാണ്. കഴുകനെ ഉണ്ടാക്കിയത് ഞാനാണ്. കഴുകൻ ആകാശത്തേക്ക് കുതിക്കുന്നത് എൻ്റെ വാക്കിനാലാണ്. അതുകൊണ്ടാണ് ദൈവം യോബിനോട് ചോദിക്കുന്നത്, നിന്റെ വാക്കിനാലാണോ ആകാശത്തേക്ക് കഴുകൻ ഉയരുന്നതെന്ന്? ആരുടെ വാക്കിനാലാ? ദൈവത്തിൻ്റെ വാക്കിനാൽ, യേശുവിൻ്റെ വാക്കിനാൽ. ആ യേശു പള്ളിയുടെ മുകളിൽ കയറി നിന്നിട്ട് മുകളിലോട്ട് പറന്നാൽ, കഴുകനെ പോലെ പറന്നാൽ അതിനകത്ത് ഒരതിശയവും ഇല്ല. കാരണം
സകലത്തെ ഉണ്ടാക്കിയവന് പറക്കാം. യേശു കടലിൻ്റെ മീതെ നടന്ന വലിയ കാര്യമാണോ? അല്ല. അന്ന് ഒരുവന് എങ്കിൽ അത് മനസ്സിലായി അതൊരു വലിയ കാര്യമായിട്ട്. എന്നാൽ അവൻ ഉടനെ പറഞ്ഞു, കർത്താവേ, അത് നീയാണെങ്കിൽ എനിക്കും ഈ അവസരം വേണം. കർത്താവിനൊന്നും അസാധ്യമല്ല. എന്നാൽ യേശു സാഹസങ്ങൾ കാണിച്ചില്ല. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ ആണ് യേശു കൈകാര്യം ചെയ്തത്. ശിഷ്യന്മാരെ വിശ്വാസവീരരാക്കണം, ശിഷ്യന്മാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കണം. യേശു എന്തിനാണ് 5 അപ്പം വർദ്ധിപ്പിച്ചത്? യേശു പല ദിവസവും ഭക്ഷണം കഴിക്കാത്തവനായിരുന്നല്ലോ. കതിര് തിരുമ്മി വയലിലൂടെ നടന്ന് തിന്നുന്ന ശിഷ്യന്മാരെ നമ്മൾ കാണുന്നു. യേശു എന്തുകൊണ്ട് അവിടെയെല്ലാം അപ്പം വർദ്ധിപ്പിച്ചില്ല? എന്നാൽ യേശു 5000-ങ്ങൾക്ക് വിളമ്പി ശേഷിച്ചത് 12 കൊട്ട. അതെടുക്കാനും യേശു ആരോടും പറഞ്ഞില്ല. എന്തുകൊണ്ടാ? യേശുവിന് തൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു അത്ഭുതം ചെയ്യാൻ മനസ്സില്ല. യേശുവിന് ചെയ്യാമായിരുന്നു. എന്നാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ പോലെ എല്ലാ വേദനകളും സഹിക്കാനും ക്ഷമിക്കാനും അതിലൂടെ കടന്നു പോകാനാണ്. ഒരു മനുഷ്യനായി ജീവിക്കുവാൻ താൻ തൻ്റെ അത്ഭുതങ്ങളെ ചെയ്യാതിരുന്നു എന്നുള്ളത് എത്ര ഭയങ്കരം. അവനിൽ സാഹസം ഉണ്ടായിരുന്നില്ല. അവൻ സാഹസമൊന്നും ചെയ്തില്ല. അതാണ് ആ വാക്യം 53:9. അവൻ സാഹസമൊന്നും ചെയ്യാതെയും. അടുത്തത്, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവൻ വഞ്ചിച്ചില്ല. വേണമെങ്കിൽ യൂദായെ യേശുവിന് വഞ്ചിക്കാമായിരുന്നു. യേശു അറിഞ്ഞിട്ട് പോലും, വഞ്ചകൻ കൂടെ ഉണ്ടായിട്ട് പോലും യേശു അവനെ വഞ്ചിച്ചില്ല. യൂദ ഇല്ലാത്ത സമയത്ത് ബാക്കിയുള്ളവരോട് പറയാം, ഇവൻ ചതിയനാണ്, ഇവനെ നിങ്ങൾ വിവേചിക്കണം, ഏത് വൃക്ഷത്തെ ഫലത്താൽ തിരിച്ചറിയാമെന്നൊക്കെ പഠിപ്പിക്കുമ്പോഴും യൂദായെക്കുറിച്ച് ഒരു വാക്കുപോലും യേശു പറഞ്ഞില്ല. വഞ്ചനയില്ല, ആരെയും ചതിക്കില്ല, വഞ്ചകനെ പോലും വഞ്ചിക്കില്ല. അതായിരുന്നു യേശു. യേശുവിനെ അറിയണം. യൂദായെക്കുറിച്ച് പറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അവനിൽ വഞ്ചന ഒട്ടുമില്ല, ആരെയും വഞ്ചിക്കില്ല, ചതിയനെ പോലും ചതിക്കൂല. കാരണം ഇവനെ കൊണ്ട് അവസാന നിമിഷം വരെ നല്ലവനാക്കി ജീവിപ്പിക്കാൻ കർത്താവ് മാക്സിമം നോക്കി. ഇവൻ ജനിച്ചത് നാശയോഗ്യനായിട്ടാണ്. എന്നാൽ യേശു ഗതസമന തോട്ടത്തിൽ വരെ അവനെ നല്ലവനാക്കി നിർത്തി. കഴിയുന്ന അത്രയും യേശു അവനെ നല്ലവനാക്കി. ഞാൻ ആ ഭാഗം ധ്യാനിച്ച് അതിശയിച്ചു പോയി. കാരണം ഇവൻ ദുഷ്ടനാണ്. യേശുവിൻ്റെ ശുശ്രൂഷയിലൂടെ കിട്ടുന്ന ഓഫറിംഗ് ബാഗിൽ നിന്ന് ആവശ്യം പോലെ പണം അവൻ അടിച്ചു മാറ്റുകയാണ്. എന്നാൽ യേശു ആരോടത് പറഞ്ഞില്ല. പത്രോസിൻ്റെ അടുക്കൽ യേശു ഒരിക്കൽ പറഞ്ഞു, നീ കടലിലേക്ക് ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വാ തുറക്കുക, അതിൽ 2 അല്ലെങ്കിൽ ഒരു ചതുർദ്രഹ്മപ്പണം കാണും, 2 നിനക്കും 2 എനിക്കും കൊടുക്കുക. ഈ കർത്താവിന്, ആ വിധവയിട്ട കാശ് കണ്ട കർത്താവിന്, അധികമിട്ടെന്ന് കണ്ട കർത്താവിന് ഈ യൂദായെ കാണാൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. യേശുവിന് അറിയാം, ഓരോ ദിവസവും യൂദാ ചെയ്യുന്നത് അറിയാം. എന്നാൽ അവനിൽ വഞ്ചന ഒട്ടുമില്ലായിരുന്നു. ആർക്കും എതിരെ വഞ്ചന കാണിക്കില്ല. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനായിട്ട് തീർന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ശൗൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ, ആ മനുഷ്യനെതിരെ ഒരു വാക്കുപോലും പറയാതെ, തൻ്റെ വാ കൊണ്ട് ഒരു വാക്കുപോലും ഒരു അഭിഷിക്തനെ പറയില്ലെന്ന് തീരുമാനിച്ച്, വായിൽ വഞ്ചനയില്ലാതെ താൻ നിയന്ത്രിച്ചു. യജമാനനെ എന്നാണ് വിളിച്ചത്. ഈ ചത്ത നായെ തിരഞ്ഞ് നടക്കേണ്ട ആവശ്യം എന്താണെന്നാണ് പറഞ്ഞത്. വേണമെങ്കിൽ ദാവീദിന് പറയാം, നിനക്കെന്നെ തൊടാൻ കഴിയില്ല, രോമത്തിന് തൊടാൻ കഴിയില്ല എന്ന് പറയാം. എന്നാൽ അവിടെയെല്ലാം ദാവീദ്
ദൈവത്തിൻ്റെ ഹൃദയമുള്ളവനായതുകൊണ്ട് ശൗലിനെ എപ്പോൾ വേണമെങ്കിലും ചതിക്കാമായിരുന്നു, കൊല്ലാമായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ശൗലിനെ കൊല്ലാമായിരുന്നു. എന്നാൽ ദാവീദിൽ ചതി ഒട്ടുമില്ലായിരുന്നു, അവനിൽ വഞ്ചന ഒട്ടും ഇല്ലായിരുന്നു. നമ്മൾ വായിച്ച വാക്യം അതാണ്, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഇല്ലാതിരുന്നു. എന്നിട്ടും അവന് ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു. സാഹസമില്ല, വഞ്ചനയില്ല, പിന്നെ എന്തിന്? ദുഷ്ടന്മാരുടെ കൂട്ടത്തിൽ ഇവനെ എണ്ണി. എന്നാൽ മാത്രമേ പാപികളായ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരമുണ്ടാകൂ. ദുഷ്ടതയില്ല, സാഹസമില്ല, വഞ്ചനയില്ല, എന്നിട്ടും അതിക്രമക്കാരുടെ കൂടെ എങ്ങനെ എണ്ണി? ദുഷ്ടന്മാരുടെ കൂടെ എങ്ങനെ ശവക്കുഴി കിട്ടി? ബിലയാം പോലും ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഭക്തൻ മരിക്കുന്നത് പോലെ ഞാൻ മരിക്കട്ടെ. യേശുവിൻ്റെ മരണം ഭക്തൻ്റെ മരണമാണോ? നമ്മൾ ആഗ്രഹിക്കും, കർത്താവേ, യാക്കോബ് ദൈവത്തെ നമസ്കരിച്ച് കട്ടിലേക്ക് ചേർന്ന് കിടന്ന് പിതാക്കന്മാരോട് ചേർന്നു, ദാവീദ് പിതാക്കന്മാരോട് ചേർന്നു, ജോസഫ് പിതാക്കന്മാരോട് ചേർന്നു, മോശെ ദൈവം വന്ന് അടക്കി. എന്നാൽ യേശുവിൻ്റെ കാര്യമോ? ദുഷ്ടന്മാരുടെ ഒപ്പം ശവക്കുഴി. എത്ര നീചമായ മരണം, നല്ല മരണം എല്ലാവരും ആഗ്രഹിക്കുന്നു. ഭക്തന്റെ മരണം ദൈവത്തിന് വിലയേറിയത്. ഇതെല്ലാം പറഞ്ഞ് നമ്മൾ ഓരോ മരണ ശുശ്രൂഷയിലും നല്ല മരണം ലഭിച്ചു, നല്ല അടക്കം കിട്ടിയെന്ന് ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോൾ ഒരുവന് ഒരു നല്ല അടക്കം കിട്ടിയില്ല. അത് നമ്മുടെ കർത്താവാണ്. കർത്താവിന് നല്ല ഒരു അടക്കം ഇല്ലായിരുന്നു. ദുഷ്ടന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിച്ചു. കള്ളന്മാരുടെ നടുവിൽ തൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങൾ എല്ലാം വേദന കൊണ്ട് നിറഞ്ഞതായിരുന്നു. ശാരീരിക വേദന, മാനസിക വേദന. ഇതാ കള്ളന്മാരുടെ നടുവിൽ പരിശുദ്ധനായവൻ, നീതിമാനായവൻ കള്ളന്മാരുടെ നടുവിൽ കിടക്കും. ഇതെല്ലാം അറിയുമ്പോൾ ഒരു ദൈവ പൈതൽ അറിയണം, ഞാൻ വിശുദ്ധനാകേണ്ടത്, ഞാൻ നീതിമാനാകേണ്ടത്, ഞാൻ മാനിക്കപ്പെടേണ്ടത്, എനിക്ക് നിത്യജീവൻ ലഭിക്കേണ്ടത്. അവൻ സ്വയം ശവക്കുഴി ഏറ്റെടുത്തത് കള്ളന്മാരുടെ നടുവിലാണ്, ദുഷ്ടന്മാരുടെ നടുവിലാണ്. ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു. അപ്പൊ ഏത് കുഴി എടുത്തു എന്നുള്ളതല്ല വിഷയം, ഉയർക്കുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. യേശുവിന് ധൈര്യമാണ്, ഞാൻ ഏത് ദുഷ്ടന്റെ കൂടെ വേണമെങ്കിലും അടക്കപ്പെടാം, എനിക്ക് പേടിയില്ല. കാരണം ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. ഞാൻ മരിച്ചാൽ ഞാൻ ഉയർക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുഷ്ടന്മാരുടെ ഇടയിലോ, ഏറ്റവും പാപികളുടെ നടുവിലോ, കള്ളന്മാരുടെ നടുവിലോ, ദുഷ്ടന്മാരുടെ ഇടയിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ശവക്കുഴി തന്ന് എന്നെ അടക്കാം. എന്നാൽ ഞാൻ ഉയർക്കുന്നവനാണ്. ഉയർപ്പിൻ്റെ ശക്തി എന്നിലുണ്ട്, പുനരുത്ഥാനത്തിൻ്റെ ശക്തി. ഈ ശക്തിയുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അടുത്തത് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്, എന്നിട്ടും ദുഷ്ടന്മാരുടെ കൂടെ ശവക്കുഴി കൊടുത്തു, എന്നാൽ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. അരിമത്യക്കാരനായ ജോസഫിൻ്റെ ആ കല്ലറയിൽ, മന്ത്രിയുടെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു, ബഹുമതികളോടെ അടക്കം ചെയ്തു. വളരെയധികം മാന്യതയോടുകൂടി ഏറ്റവും നല്ലൊരു കല്ലറയിൽ യേശു അടക്കപ്പെട്ടു. അതാണ് ക്രിസ്തീയ ജീവിതത്തിൽ. ആരെല്ലാം താറടിക്കാൻ നോക്കിയാലും, ആരെല്ലാം മോശമാക്കാൻ ദേശം മുഴുവൻ ഒരുമിച്ച് കൂടിയാലും, നിന്റെ അന്ത്യത്തിൽ ഒരത്ഭുതം നടക്കും. ഏറ്റവും മാന്യമായത്, അതിമഹത്തായത് നിന്റെ ജീവിതത്തിൽ ആര് തടഞ്ഞാലും വന്ന് കയറും. അത് യേശുവിൻ്റെ ചരിത്രമാണ്. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനങ്ങൾ കേട്ടു, പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ട കർത്താവേ, സാഹസങ്ങളൊന്നുമില്ലാതിരുന്ന കർത്താവേ, അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കും. ഇന്ന് ഈ വചനങ്ങൾ കേട്ടവർക്ക് ധൈര്യവും ബലവും കൃപയും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണങ്ങളായി മക്കൾ തീരട്ടെ.
അത്ഭുതങ്ങൾ ഇവരിൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥന വൈകിട്ട് 7 മണി മുതൽ 9 മണി വരെ ഉണ്ട്. സൂമിലാണ്. കർത്താവിൻ്റെ മക്കൾ കടന്നു വരണം. അതുപോലെ തന്നെ ഞായറാഴ്ച 8 മണിക്ക് രാവിലെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് അനുഗ്രഹിക്കപ്പെട്ട ആരാധനയുണ്ട്. നിങ്ങളെ ക്ഷണിക്കുന്നു. അടുത്ത ദിവസങ്ങളിലും നമുക്ക് ഒരുമിച്ച് കൂടാം. ഗോഡ് ബ്ലെസ് യു.